ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമിയാർട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ടീച്ചർമാർക്ക് ഉപയോഗപ്രദവും നമ്മുടെ പിള്ളേർക്കെല്ലാം കുറച്ച് പണി കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണുക. അപ്പോൾ പിള്ളേർക്ക് വരാൻ പോകുന്ന പണി നമ്മൾ അവസാനമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്തെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് വൈറ്റ് ബോർഡ് എന്നൊരു ഫീച്ചറാണ്. അതായത് ഈ ഫീച്ചർ നമ്മുടെ അടുത്ത് ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ ഷെയർ സ്ക്രീൻ എന്നൊരു ഫീച്ചർ ഉണ്ടല്ലോ, അതിന് പുറമെ ഇതൊരു വൈറ്റ് ബോർഡ് ഫീച്ചറാണ്. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ടിരുന്ന് പഠിക്കുന്ന നേരത്ത് നമ്മൾ ബോർഡിലൊക്കെ എഴുതുമല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൽ ഈ വൈറ്റ് ബോർഡ് എന്ന ഫീച്ചർ നമുക്ക് കിട്ടുന്നത്. അതായത് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടീച്ചർമാർ നമുക്ക് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇത് കൊണ്ടെത്തിക്കും. അങ്ങനെ ഒരു പുതിയൊരു ഫീച്ചറാണ് ഗൂഗിൾ മീറ്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി ഇത് വരാൻ പോകുന്നൊരു ഫീച്ചർ എന്ന നിലയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഒരു 1-2 അപ്ഡേറ്റിൽ നമുക്ക് ഈ സംഭവം ഈ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഫീച്ചർ, ഇത് അറ്റൻഡൻസ് റിപ്പോർട്ടിനെ പറ്റിയിട്ടാണ്. എല്ലാ ടീച്ചർമാർക്കും ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചർമാർക്കും അറിയാവുന്നൊരു വിഷയമാണ് ഈ അറ്റൻഡൻസ് എടുക്കുന്നത് എത്ര പാടുപെട്ട കാര്യമാണെന്ന്. അതായത് ഈ അറ്റൻഡൻസ് എടുക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, അവർക്ക് ഒരു 10-15 മിനിറ്റ് ലെങ്തിയസ്റ്റ് പ്രോസസ്സാണിത്. അതായത് എല്ലാവരും ആരൊക്കെ വന്നു, അവരുടെയൊക്കെ പേര്, അതൊക്കെ സംഭവമൊക്കെ എഴുതിയെടുക്കാൻ കുറച്ച് പാടൊക്കെയാണ്. അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ ടീച്ചർമാർക്ക് ഒരു ബട്ടൺ ഉണ്ടാവും, അതായത് അലോ അറ്റൻഡൻസ് റിപ്പോർട്ട് കൊണ്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ അലോ ചെയ്തതെന്ന് വെച്ചാൽ എത്ര കുട്ടികൾ കയറി, അവരുടെയൊക്കെ പേര്, അവരുടെയൊക്കെ ഇമെയിൽ അഡ്രസ്സ്, തൊട്ടടുത്ത് തന്നെ അവർ എത്ര മണിക്ക് കയറി, അവർ എത്ര മണിക്ക് ലെഫ്റ്റായി, പിന്നെ അവരുടെ ഡ്യൂറേഷൻ എന്താണ്, എത്ര നേരം അവർ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു, ആ സംഭവങ്ങളെല്ലാം നമ്മൾ ഇത് ഗൂഗിൾ മീറ്റ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ടീച്ചർമാർക്ക് ഒരു പൊളി ഫീച്ചർ തന്നെയാണിത്. ഇവിടെ പിള്ളേർക്ക് ഇത്തിരി പണി കിട്ടുന്ന ഫീച്ചർ തന്നെയാണിത്. അപ്പോൾ നമ്മളിനി അടുത്ത ഫീച്ചറായ മൂന്നാമത്തെ ഫീച്ചറിലേക്ക് കിടക്കുകയാണ്. ഇത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്താറുണ്ടല്ലോ, അപ്പോൾ അതേപോലൊരു സംഭവം തന്നെയാണ്. അതായത് ബ്രേക്കൗട്ട് റൂംസ്, അതായത് ടീച്ചർമാർക്ക് അല്ലെങ്കിൽ അഡ്മിനെ നമ്മളെ ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ തലവേദന തിരിച്ചിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാനുള്ളൊരു സംവിധാനം. അങ്ങനെ അതാണ് നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് റൂംസ് എന്ന സംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇതൊരു ട്രസ്റ്റഡ് റിസോഴ്സിന് കിട്ടിയതല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ എടുത്താൽ മതി. ഇത് വരികയാണെങ്കിൽ പിള്ളേർക്ക് പണി കിട്ടും തീർച്ചയായും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്ക് പണി കിട്ടുന്നൊരു പോളി ഫീച്ചറാണിത്. അപ്പോൾ ഈ ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഗൂഗിൾ മീറ്റ് തുടങ്ങിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഹോം സ്ക്രീൻ ബട്ടൺ അടിച്ച് നമ്മൾ ബാക്കിലേക്ക് വന്ന് നമ്മൾ വേറെ ആപ്സൊക്കെ എടുത്ത് ഉപയോഗിച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് പണി കിട്ടും തീർച്ച. അതൊരു പൊളി ഫീച്ചർ തന്നെയാണ്. പിള്ളേർക്ക് പണി കിട്ടാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു ഫീച്ചറാണിത്. അപ്പോൾ ഈ ഫീച്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റിൽ കയറി നമ്മൾ ഹോം സ്ക്രീൻ അടിച്ച് ലെഫ്റ്റായി. ഓക്കെ, നമ്മൾ ലെഫ്റ്റായി കഴിഞ്ഞാൽ ഏത് ആപ്പാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മുടെ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനെ അത് മെസ്സേജ് പോകുന്നതായിരിക്കും. നമുക്ക് പണി കിട്ടും, പിള്ളേർക്ക് പണി കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്ക് പണി കിട്ടുന്നൊരു പൊളി ഫീച്ചർ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റ് വരുന്ന നേരത്തെ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോസുമായി കണ്ടുപിടിക്കുന്ന പ്രതീക്ഷയോടെ ബൈ.